ഹായ്. ഞങ്ങളുടെ ഈസ്റ്റർ ഇങ്ങനെയായിരുന്നു. രാവിലെ ഞങ്ങൾ പാതിരാ കുർബാനയ്ക്ക് പോയില്ല. അപ്പം രാവിലെ 7 മണിക്കായിരുന്നു സെൻറ്റ് ആമേൻ ചർച്ചിൽ. അപ്പോൾ അവിടെ രാവിലെ പോകാൻ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേൽപ്പിച്ച് ഒന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ രണ്ടുപേരും നിന്ന് ഫോട്ടോസാണ്. പിന്നെ ഞാൻ തലേ ദിവസം വലിയ കാര്യമായിട്ട് പണിയൊന്നും ചെയ്തില്ല. എന്തായാലും ഈസ്റ്ററിന് എന്തായാലും രാവിലെ എല്ലാം ചെയ്യാമല്ലോ എന്ന് ഓർത്ത് രാവിലെ ഉണ്ടാക്കിയതല്ല. രാവിലെ ഇടിയപ്പവും മപ്പാസുമായിരുന്നു. ബീഫും ഉരുളൻകിഴങ്ങും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് മപ്പാസ് പോലെ വെച്ചു. അപ്പോൾ അത് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ തന്നെ രാവിലത്തെ കഴിഞ്ഞപ്പോൾ പിന്നെ ഉച്ചക്കത്തേക്കുള്ള തയ്യാറെടുപ്പായിരുന്നു. എല്ലാം എടുത്ത് പുറത്ത് വെച്ചു. ബീഫും വേവിച്ച് വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇരുമ്പനത്ത് പോയപ്പോഴേക്കും അവിടെ നിന്ന് വലിയൊരു ബ്രാലായിരുന്നു. അപ്പച്ചൻ തന്നായിരുന്നു. അവിടെ വലക്കാർ ചേട്ടന്മാർ അപ്പച്ചന് കൊടുക്കും. അപ്പോൾ അപ്പച്ചൻ അത് ഞങ്ങൾക്ക് വന്നു. വീട്ടിലും എടുത്തായിരുന്നു. അപ്പോൾ അത് കുറച്ച് വറക്കാനും കുറച്ച് മുളകിട്ട് പറ്റിക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ ചാറിനായിട്ടൊരു 3 മാമ്പഴം കിട്ടിയായിരുന്നു. അപ്പോൾ അത് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി. പിന്നെ ബ്രാല് കുറച്ച് അപ്പം തന്നെ എല്ലാം വറുക്കാനുള്ളതും വെക്കാനുള്ളതൊക്കെ സെറ്റാക്കി. പിന്നെ ചിക്കൻ ഞാൻ ഓർത്ത് എന്തായാലും അവന്മാർക്ക് ചിക്കൻ വറുക്കണയാണ് ഇഷ്ടം. അപ്പോൾ ചിക്കൻ 65 പോലെ വെക്കാമെന്ന് ഓർത്ത് അതും അടുപ്പത്താക്കി. എല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പം ഓരോന്നായിട്ട് ഓരോന്നും അടുപ്പത്ത് കയറ്റി. ആദ്യം തന്നെ ബ്രാല് ഞാൻ മുളകിട്ട് കുടംപുളിയിട്ട് പറ്റിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പറ്റിച്ചെടുത്തു. പിന്നെ ബീഫ് തേങ്ങാക്കൊത്തിട്ട് ഉലത്തി. അങ്ങനെ തേങ്ങാക്കൊത്തിട്ട് ഉലത്തി. പിന്നെ മിന്താൽ വെച്ചായിരുന്നു കേട്ടോ. ബീഫ് വെച്ച് മിന്താൽ വെച്ചു. പിന്നെ സ്പെഷ്യലായിട്ട് ഇഞ്ചിക്കറിയും മിന്താലും അമ്മച്ചി തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അപ്പോൾ ആ കാര്യം അങ്ങനെ ആ കറിയൊക്കെ അങ്ങ് സെറ്റാക്കി വെച്ചു. എനിക്ക് പിന്നെ ഉള്ളിക്കറി ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം ഇത്ര ഉണ്ടല്ലോ, പിന്നെ ഇനി എന്തിനാന്നോർത്തു അത് ഉണ്ടാക്കാൻ നിന്നില്ല. പിന്നെ കറിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണിയൊക്കെയായപ്പോൾ എല്ലാം സെറ്റായിരുന്നു. വറക്കലും വെക്കലും എല്ലാം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് വൈകിട്ട് ഇരുമ്പനത്ത് പോയായിരുന്നു. പിന്നെ കൊച്ചാപ്പൻ്റെ വീട്ടിൽ പോയി, ഇരുമ്പനത്ത് പോയി. പിന്നെ ടിനിച്ചേട്ടൻ്റെ ആഗ്രഹം രാത്രി പാലട പായസം വേണമെന്ന്. ഞാൻ ടിനിച്ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്ത് വാങ്ങിച്ചായിരുന്നു. പിന്നെ ഉണ്ടാക്കിയില്ലായിരുന്നു. പിന്നെ രാത്രിയായപ്പോൾ ഞാൻ പാലട പായസം വെച്ചായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൊച്ചുങ്ങൾക്കും ഭയങ്കര ഇഷ്ടം. സിനിമയ്ക്ക് പോകണമെന്നും പറഞ്ഞു. പക്ഷേ സിനിമയ്ക്ക് പോകാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. പക്ഷേ ചേട്ടൻ പറഞ്ഞാൽ അടുത്ത ദിവസം കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചിരുത്തി. എന്നിട്ട് പിന്നെ വൈകിട്ടായപ്പോൾ ഞങ്ങളൊന്ന് പാർക്കിൽ പോയി. സുഭാഷ് പാർക്കിലാണ് പോയത് എറണാകുളത്ത്. അവിടെയൊക്കെ പോയി വന്നപ്പോഴേക്കും ഒരു സമയമായിരുന്നു. അങ്ങനെ ഒരുവിധം ഈസ്റ്ററൊക്കെ അടിച്ചു പൊളിച്ചു. പക്ഷെ പെട്ടെന്ന് പോയ പോലെ ഈസ്റ്ററിൻ്റെ ഇത് പെസഹവ്യാഴം ദുഃഖവെള്ളി എല്ലാം പെട്ടെന്ന് ഓടിപ്പോയി. പിന്നെ നാളെ തൊട്ട് എന്തായാലും കട തുറക്കണം. ഇപ്പോൾ 3 ദിവസം കട അവധിയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ തിരക്കൊക്കെ തുടങ്ങും. അപ്പം പിന്നെ ഈസ്റ്റർ അങ്ങനെ പെട്ടെന്ന് പോയി. അപ്പം അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈസ്റ്ററെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.